السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ. ആ കൊട്ടാരത്തിലെ സയ്യിദിൻ്റെ ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച്, അഥവാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് തെറ്റായത് മോഹിച്ചു. വഹമ്മ ബിഹാ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സിലും ഒരു യുവാവ് എന്നുള്ള നിലക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഒരു ചിന്ത ഉണ്ടായി. അത്തരമൊരു ചിന്ത ഉണ്ടായി, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലാണ് അതിൻ്റെ മഹത്വം എന്ന് കഴിഞ്ഞ തഫ്സീറിൽ നാം മനസ്സിലാക്കുകയും ചെയ്തു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദാ ഹമ്മ അബ്ദി ബിഹസനത്തിൻ, എൻ്റെ അടിമ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചാൽ, തീരുമാനിച്ചാൽ, ഫക്തുബൂഹാ ലഹു ഹസന, ആ തീരുമാനത്തിന് തന്നെ ഒരു നന്മ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഫഇൻ അമിലഹാ ഫക്തുബൂഹാ ലഹു ബിഅശ്രി അംസാലിഹ, ഇനി ആ നന്മ ചിന്തിച്ചിട്ട് അത് പ്രവർത്തിച്ചാൽ 10 ഇരട്ടി പ്രതിഫലം എഴുതി വെക്കാൻ പറയും. കാരണം അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് മിനിമം പ്രതിഫലം. ഇനി വഇൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരു തെറ്റ് ചെയ്യാനുള്ള പ്രേരണ, ഉദ്ദേശം മനസ്സിലുണ്ടായി, ഫലം യഅമൽഹാ, എന്നിട്ട് അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ഫക്തുബൂഹാ ഹസനതൻ, അതിനെ ഒരു നന്മയായി രേഖപ്പെടുത്തണം. അപ്പോൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് നന്മ. തിന്മ ചെയ്യാനുള്ള ഉദ്ദേശമേ ഇല്ലാതിരിക്കുക എന്നത് മഹത്വമല്ല. കാരണം അത് മലക്കുകളുടെ അവസ്ഥയാണ്, മനുഷ്യൻ്റെ അവസ്ഥയല്ല. മനുഷ്യൻ്റെ പ്രത്യേകത, വികാരവിചാരങ്ങളെല്ലാം ഉള്ളതോടൊപ്പം അതിനെ പിടിച്ചു വെക്കാനുള്ള കഴിവാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവാണ്. കാരണം ഫഇന്നമാ തറകഹാ മിൻ ജറായി, കാരണം എന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ആ തെറ്റിൽ നിന്ന് അയാൾ മാറിയത്. അതാണ് അർറആ ബുർഹാന റബ്ബിഹി, അള്ളാഹുവിൻ്റെ ബുർഹാൻ കണ്ടപ്പോൾ അതിൽ നിന്ന്, ആ തെറ്റായ ചിന്തയിൽ നിന്ന് മാറി നിന്നു എന്നാണ്. ആ ബുർഹാൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയാണ്. ഫഇൻ അമിലഹാ ഫക്തുബൂഹാ ബിമിസ്ലിഹ, ഇനി ഒരു തെറ്റ് ഉദ്ദേശിച്ച് അത് ചെയ്താലോ, ഒരു തെറ്റിന് ഒറ്റ ശിക്ഷയേ ഉള്ളൂ, 10 ഇരട്ടിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ്. ഒരു നന്മക്ക് 10 ഇരട്ടിയുണ്ട്, എന്നാൽ ഒരു തിന്മക്ക് ഇരട്ടി ആയി നൽകപ്പെടുകയില്ല. റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യമാണത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാഹ് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് പറയുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ജീവിതത്തിൽ വളരെ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അതിലൊന്നാമത്തെ പരീക്ഷണം നമുക്കറിയാം. ചെറിയ കുട്ടിയായിരിക്കെ തന്നെ പൊട്ടക്കിണറ്റിൽ എറിയപ്പെടുന്നു, വീട്ടിൽ നിന്ന് ദൂരെയാക്കപ്പെടുന്നു, പ്രിയപ്പെട്ട മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നു, സഹോദരനെ നഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള പ്രയാസങ്ങൾ. എന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ കടുത്ത പരീക്ഷണമായിരുന്നു കൊട്ടാരത്തിലെ പരീക്ഷണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, ഹാദിഹിൽ മിഹ്ന അൽ അദീമ അഅ്ളമു അലാ യൂസുഫ് മിൻ മിഹ്നതി ഇഖ്വതിഹി വസബ്റുഹു അലൈഹാ അഅ്ളമു അജ്റാ لأنه صبر اختيار مع وجود الدواعي الكثيرة لوقوع الفعل فقدم محبة الله عليها. സ്വന്തം സഹോദരന്മാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണത്തേക്കാൾ കടുത്ത പരീക്ഷണമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം ക്ഷമിച്ചതാണ് കൂടുതൽ പ്രതിഫലാർഹമായത്. കാരണം ഈ സബർ ഇഖ്തിയാറോടുകൂടി തെരഞ്ഞെടുത്ത ക്ഷമയാണ്. ആദ്യത്തത് തെരഞ്ഞെടുപ്പില്ല, അത് അല്ലാഹു ഖളാ ആക്കിയതാണ്, ഖദറാക്കിയതാണ്. അദ്ദേഹം ഇഷ്ടമില്ലാതെയാണ് ആ പരീക്ഷണത്തിന് വിധേയമായത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു പരീക്ഷണത്തിലെ ക്ഷമയെ തെരഞ്ഞെടുക്കുകയാണ്. എന്നാൽ ആ തിന്മ സംഭവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഫഖദ്ദമ മഹബ്ബത്തല്ലാഹി അലൈഹാ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള ഭയപ്പാട് കൊണ്ട് അദ്ദേഹം അവിടെ ക്ഷമയെ തിരഞ്ഞെടുത്തു. വഅമ്മാ മിഹ്നതുഹു ബിഇഖ്വതിഹി ഫസബ്റുഹു സബ്റുൽ തിറാർ. എന്നാൽ സഹോദരന്മാരുടെ കാരണത്താൽ ഉണ്ടായ പരീക്ഷണത്തിൽ അദ്ദേഹം ക്ഷമിച്ചത് നിർബന്ധിതമായ ക്ഷമയാണ്. കാരണം അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. എന്നാൽ ഇതങ്ങനെയല്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ബിമൻസിലത്തിൽ അംറാദി വൽ മകാരിഹ് അല്ലതി തുസീബുൽ അബ്ദ ബിഗൈരി ഇഖ്തിയാരിഹി. രോഗവും മറ്റു പരീക്ഷണങ്ങളും വരുന്നത് പോലെ. ഒരു രോഗം നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, രോഗം നമുക്ക് വന്ന് ചേരുന്നതാണ് എന്നതുപോലെയുള്ള പരീക്ഷണമായിരുന്നു സഹോദരന്മാരിൽ നിന്നുണ്ടായത്. എന്നാൽ ഇത് അങ്ങനെയായിരുന്നില്ല. വലൈസ ലഹു മൽജഉൻ ഇല്ല الصبر عليها طائعا أو كارها وذلك أن يوسف عليه الصلاة والسلام بقي مكرما في بيت العزيز. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയം, അദ്ദേഹം ക്ഷമിച്ച വിഷയം, ഒന്നാമത്തത് തിന്മയിലേക്ക് നയിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്ന്, അദ്ദേഹം ആ വീട്ടിൽ ആദരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു. രണ്ടാമത്തത്, വകാന ലഹു മിനൽ ജമാലി വൽ കമാലി വൽ ബഹാഇ മാ ഔജബ ദാലിക അൻ റാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി. സൗന്ദര്യത്തിൻ്റെ അങ്ങേ അവസ്ഥ, യുവത്വത്തിൻ്റെ അങ്ങേ അവസ്ഥ, പൗരുഷത്തിൻ്റെ സമ്പൂർണത എല്ലാം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയിലുണ്ടായിരുന്നു. ഭംഗിയും പൗരുഷവും അതോടൊപ്പം ആ കുടുംബത്തിലെ വലിയ സ്ഥാനവും അതൊരു ഘടകം. രണ്ടാമത്തത്, ഹുവ ഗുലാമുഹ വ തഹ്ത തദ്ബീരിഹ. ആ സ്ത്രീയുടെ അടിമയെപ്പോലെയാണ്, ആ നിലക്കാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അതിനെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യജമാനത്തി എന്താണോ പറയുന്നത് അതനുസരിക്കൽ നിർബന്ധമാണ്. അത് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത്, വൽ മസ്കനു വാഹിദുൻ. ഒരേ വീട്ടിലാണുള്ളത്. യതയസ്സറു ഇഖാഇൽ അംരിൽ മക്റൂഹി മിൻ ഗൈരി ഇശ്ആരി അഹദിൻ വലാ ഇഹ്സാസി ബശരിൻ. അവിടെ അദ്ദേഹം നിർബന്ധിക്കപ്പെടുന്നു, എന്നാൽ ആ തിന്മയെ സംബന്ധിച്ച് ആരും അറിയാനും പോകുന്നില്ല. അത്രയും ഉള്ള ഒരു സാഹചര്യം. വസാദത്തിൽ മുസീബ. അതിനപ്പുറത്ത് വീണ്ടും മുസീബത്ത് വർദ്ധിച്ചു. എന്താണത്? ബി അൻ ഗല്ലഖത്തിൽ അബ്വാബ്. എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്തു. ഒരു ഡോറല്ല, എല്ലാ ഡോറുകളും അടച്ചു കഴിഞ്ഞു. വസാറൽ മഹല്ലു ഖാലിയ. ആ മഹല്ല്, ആ വീട് ഖാലിയായി. ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മാത്രമല്ല, വഹുമ ആമിനാനി മിൻ ദുഖൂലി അഹദിന അലൈഹിമ. ഒരാളും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയേ ഇല്ല. ബിസബബി തഗ്ലീഖിൽ അബ്വാബ്. വഖദ് ദഅതുഹു ഇലാ നഫ്സിഹ. തീർന്നില്ല.
ആ സ്ത്രീ അങ്ങോട്ട് വിളിക്കുകയാണ്. വഖാലത്ത് ഹൈതലക്, അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഐ ഇഫ്അലിൽ അംറൽ മക്റൂഹ് വഅഖ്ബിൽ ഇലൈ വമഅ ഹാദാ ഫഹുവ ഗരീബുൻ. അത് മറ്റൊരു ഘടകം. അതിനു പുറമെ അദ്ദേഹം ഗരീബാണ് എന്ന് പറഞ്ഞാൽ അപരിചിതനാണ്, സ്വന്തം നാട്ടിലല്ല. സ്വന്തം നാട്ടിലല്ല, വിദേശത്താണ്, മറ്റൊരു നാട്ടിലാണ്. ലാ യഹ്തശിമു മിസ്ലഹു മാ യഹ്തശിമുഹു ഇദാ കാന ഫീ വതനിഹി ബൈന മആരിഫി. സ്വന്തം നാട്ടിലുണ്ടാകുമ്പോൾ തോന്നുന്ന ഏതെങ്കിലും നിലക്കുള്ള ലജ്ജയോ അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാരറിയുമെന്നുള്ള ചിന്തകളോ അങ്ങനെയൊന്നുമില്ല, വേറെ ഏതോ ഒരു നാട്ടിലാണ്. ഇതെല്ലാം ഉണ്ട്. വഹുവ അസിയറു തഹ്ത യദിഹാ വഹിയ സയ്യിദതു. ആ സ്ത്രീ തൻ്റെ സയ്യിദത്താണ്. വഫീഹ മിനൽ ജമാലി മാ യദ്ഉ ഇലാ മാ ഹുനാലിക്. അവരൊരു രാജ്യത്തിലെ ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തറവാട്ടിലെ മൻസിബുള്ള ജമാലുള്ളൊരു സ്ത്രീയുമാണ്, ഭംഗിയുള്ള സ്ത്രീയാണ്, തറവാടിത്തമുള്ള സ്ത്രീയാണ്. അതെല്ലാം അവിടെയുണ്ട്. വഹുവ ഷാബുൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഷാബുൻ ആസ്ബുൻ, അവിവാഹിതനായ ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, അവിവാഹിതനായ ചെറുപ്പക്കാരനാണ്. മാത്രമല്ല അതിനുമപ്പുറത്ത് വഖദ് തവഅദതുഹു ഇല്ലം യഫ്അൽ മാ തഅമുറുഹു ബിഹി ബിസ്സിജിൻ അവിൽ അദാബിൽ അലീം. ഇതിനെല്ലാം പുറമെ ഇതിന് കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ജയിലിലടയ്ക്കും അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ തരും എന്നുകൂടി പറഞ്ഞാലോ. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ചെയ്യാനുള്ള എല്ലാ നിലക്കുമുള്ള അനുകൂല ഘടകങ്ങൾ, ഒരു വേള റബ്ബിൻ്റെ അടുത്ത് വരെ എന്നെ ജയിലിലടക്കുമെന്ന് പറഞ്ഞിട്ടാണ്, വേദനയേറിയ ശിക്ഷ തരുമെന്ന് പറഞ്ഞിട്ടാണ് എന്ന് വരെ പറയാമെന്നൊരാളുടെ മനസ്സ് തോന്നിപ്പിക്കാൻ മാത്രം ഗൗരവമുള്ള സാഹചര്യത്തിൽ ആ ദഅവയെല്ലാം മറികടന്നുകൊണ്ട് ഫസബറ അൻ മഅസിയത്തില്ലാഹ് മഅ വുജൂദിദ് ദാഇ അൽ ഖവിയ്യി ഫീ ലിഅന്നഹു ഖദ് ഹമ്മ ഫീഹാ ഹമ്മൻ തറകഹു ലില്ലാഹ്. ഇതെല്ലാം ഉണ്ടായിട്ടും, എല്ലാ നിലക്കുമുള്ള സാഹചര്യം ഉണ്ടായിട്ടും അള്ളാഹുവിന് വേണ്ടി ആ തിന്മയെ ഉപേക്ഷിച്ചു. വഖദ്ദമ മുറാദല്ലാഹ് അലാ മുറാദിൻ നഫ്സിൽ അമ്മാറതി ബിസ്സൂ. തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ആത്മാവ് അതുണ്ടായിട്ടും റഹ്മാനായ റബ്ബിൻ്റെ മുറാദിന് തൻ്റെ മുറാദിനേക്കാൾ പ്രാധാന്യം നൽകുകയും ഒരടിമയിൽ നിന്ന് അള്ളാഹു ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന പാഠം പഠിക്കുകയും ഒരടിമ വ്യഭിചരിക്കുമ്പോൾ ഇന്നല്ലാഹ യഗാർ, ഒരാൾ വ്യഭിചരിക്കുമ്പോൾ അള്ളാഹുവിന് വല്ലാത്ത ഗൈറത്തുണ്ടാകുന്നു എന്നാണ്. റഹ്മാനായ റബ്ബിന് അത്രയും റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ തിന്മയെ ഒഴിവാക്കുകയാണ്. വറആ മിൻ ബുർഹാനി റബ്ബിഹി, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ബുർഹാൻ കാണുകയാണ്. എന്താണത്? വഹുവ മാ മഅഹു മിനൽ ഇൽമി വൽ ഈമാൻ. ഇൽമും ഈമാനുമാണ്. ചില തഫ്സീറുകളിൽ കാണാം, സുലൈഖ എന്ന് പറയുന്ന ഈ സ്ത്രീ തൻ്റെ കൂട്ടുകാരികളോട് പറയുകയാണ്, അവനൊരൽപ്പം ശങ്കിച്ചു നിന്നു, പക്ഷെ പിന്നെ എന്താണെന്നറിയില്ല, എന്തോ ഒന്ന് കണ്ടതുപോലെ വാതിലിനടുത്തേക്ക് ഓടി. അതാണ് അർറആ ബുർഹാന റബ്ബിഹി, പടച്ച റബ്ബിനെ ഓർത്തതാണത്, അള്ളാഹുവിനെ ഓർത്തതാണത്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്തതാണത്. അത് തിന്മയിൽ നിന്ന് അദ്ദേഹത്തെ ഓടി അകലാൻ പ്രേരിപ്പിക്കുകയാണ്. ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിക്കോളൂ എന്നാണ്. എല്ലാ മഅസിയത്തുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള ഓട്ടം. അങ്ങനെയാണ് ആ വലിയ തിന്മയിൽ നിന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഓടി അകലുന്നത്. അപ്പോൾ ഇത്രമാത്രം പ്രേരണകളുണ്ടായിട്ടും ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹത്വം. ഈ ഒരു അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ എത്തേണ്ടത്. ഈ ഒരു ചരിത്രം പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതും മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ ആ വലിയ പാഠങ്ങൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്തബഖൽ ബാബ വഖദ്ദത് ഖമീസഹു മിൻ ദുബുരി വഅൽഫ യാ സയ്യിദഹാ
وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين واستبق الباب واستبق استبق എന്ന് പറഞ്ഞാൽ മത്സരിച്ചോടുന്നതിനാണ് ഇസ്തബഖ എന്ന് പറയുന്നത്. മത്സരിച്ചോടുക, ഒരാളുടെ കൂടെ മറ്റേ ആളും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഓടുന്നതിനാണ് ഇസ്തബഖ എന്ന് പറയുന്നത്. മത്സരിച്ചോടുക. ഇസ്തബഖ യസ്തബിഖു ഇസ്തിബാഖൻ ഇസ്തിബാഖൻ. വസ്തബഖൽ ബാബ, അവർ രണ്ടുപേരും വാതിലിനടുത്തേക്ക് ഓടി. അഥവാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ഓടി ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ പിടിച്ചു വെക്കാൻ വേണ്ടി ആ സ്ത്രീ പിറകിലും ഓടി. വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ. വഖദ്ദത്, ഖദ്ദ യഖുദ്ദു ഖുദ്ദൻ, ഖദ്ദൻ, ഖദ്ദ യഖുദ്ദു ഖദ്ദൻ. ഖദ്ദ എന്ന് പറഞ്ഞാൽ കീറിക്കളയുക. ഖദ്ദ യഖുദ്ദു ഖദ്ദൻ, കീറിക്കളയുക. വഖദ്ദത് ഖമീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം ആ സ്ത്രീ കീറിക്കളഞ്ഞു. മിൻ ദുബുരിൻ, പിറകിലൂടെ അഥവാ ബാക്ക് സൈഡിൽ, കുപ്പായത്തിൻ്റെ പിറകു വശം ബാക്ക് കീറി. കീറാൻ വേണ്ടി അതല്ല, മറിച്ച് പിടിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് ശക്തിയിൽ ഓടുകയാണ്. അപ്പോൾ കയറി പിടിച്ചപ്പോൾ കുപ്പായം കീറിയതാണ്. അപ്പോൾ പിറകുന്നാണ് പിടിക്കുന്നത്, കാരണം അദ്ദേഹം അങ്ങോട്ടാണ് ഓടുന്നത്, പിറകോട്ടാണ് ഓടുന്നത്. അപ്പോൾ പിറകിൽ പിടിച്ചു, അപ്പോൾ കുപ്പായം കീറി. വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ വ അൽഫയ, അവർ രണ്ടുപേരും കണ്ടുമുട്ടി. അൽഫ യുൽഫി ഇൽഫാൻ. അൽഫ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി കാണുന്നതിനാണ് അധികവും ആ വേർഡ് ഉപയോഗിക്കുന്നത്. അപ്രതീക്ഷിതമായി, പ്രതീക്ഷിക്കാതെ കാണുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അൽഫ യുൽഫി ഇൽഫാൻ.
വ അൽഫയ അവർ രണ്ടുപേരും കണ്ടെത്തി സയ്യിദഹ അവളുടെ സയ്യിദിനെ അഥവാ ഭർത്താവിനെ, സൗജിനെ, ഭർത്താവാണ് ഇവിടെ ഉദ്ദേശം. സയ്യിദഹ ലദൽ ബാബ് വാതിലിൻ്റെ അടുക്കൽ കണ്ടെത്തി. ഇപ്പോൾ വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം പുറത്തുണ്ട്. ഖാലത്ത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മാ ജസാഉ പ്രതിഫലമല്ല അല്ലെങ്കിൽ ആയിരിക്കരുത്, മൻ അറാദ ബി അഹ്ലിക താങ്കളുടെ കുടുംബക്കാരിയെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് തെറ്റായത് ചിന്തിച്ച ഈ വ്യക്തിക്ക്. അറാദ യുരീദു ഇറാദത്ത്, മൻ അറാദ ബി അഹ്ലിക സൂഅൻ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് തെറ്റായത് ചിന്തിച്ച് അത് പ്രവർത്തിക്കാൻ മെനക്കെട്ട ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ശിക്ഷ ഒരിക്കലും എന്തായിരിക്കരുത്, ഇല്ല അൻ യുസ്ജന ജയിലിൽ കുറഞ്ഞ ഒന്നുമായിരിക്കരുത്. ജയിലിൽ കുറഞ്ഞ ഒന്നും ഈ വ്യക്തി അർഹിക്കുന്നില്ല. ഇല്ല അൻ യുസ്ജന, സജന എന്ന് പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കുക. സജന യസ്ജുനു സജ്നൻ, ജയിലിൽ അടക്കുന്നതിനാണ് സജന എന്ന് പറയുന്നത്. യസ്ജുനു സജ്നൻ, ഇല്ല അൻ യുസ്ജന ജയിലിൽ അടക്കപ്പെടണം. ഔ അല്ലെങ്കിൽ അദാബുൻ അലീം വേദനയേറിയ ശിക്ഷ നൽകണം. ചാട്ടവാറ് കൊണ്ടുള്ള അടിയോ അതേപോലെയുള്ള വേദനയേറിയ ശിക്ഷ നൽകണം. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് തെറ്റായത് ചിന്തിച്ചു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്തബഖൽ ബാബ അവർ രണ്ടുപേരും വാതിലിനടുക്കലേക്ക് ഓടി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടാനും ആ സ്ത്രീ അദ്ദേഹത്തെ തിന്മയിൽ അകപ്പെടുത്തുവാനും വേണ്ടി. ആ സന്ദർഭത്തിൽ വഖദ്ദത് ഖമീസഹു മിൻ ദുബിരിൻ പിറകിൽ നിന്ന് പിടിച്ചപ്പോൾ കുപ്പായം പിറകിലൂടെ കീറിപ്പോയി. വ അൽഫയ സയ്യിദഹ ലദൽ ബാബ് തൻ്റെ സയ്യിദിനെ വാതിലിനടുക്കൽ വെച്ച് കണ്ടെത്തി. ഇവിടെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വേർഡ് ശ്രദ്ധിക്കുക. ഭർത്താവിന് വേണ്ടി ഉപയോഗിച്ച വേർഡ് സയ്യിദ് എന്ന്. ആരുപയോഗിച്ച വാക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഒരു സ്ത്രീയുടെ സയ്യിദാണ്, നേതൃത്വമുള്ള ആളാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസ, അർരിജാലു ഖവ്വാമൂന അലന്നിസ സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്താക്കളാണ്, നിയന്ത്രണമുള്ളവരാണ് പുരുഷന്മാർ. അതുകൊണ്ടാണ് സയ്യിദ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ ആരോടെങ്കിലും പറയുമായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു. ലിഅളമി ഹഖ്ഖഹു അലൈഹ ഹഖ്ഖിഹി അലൈഹ ആ വ്യക്തിക്ക് ഭാര്യയുടെ മേലുള്ള അവകാശത്തിൻ്റെ വലിപ്പം കൊണ്ട്, കടപ്പാടിൻ്റെ വലിപ്പം കൊണ്ട് ഭർത്താവിനോട് അത്രയും കടപ്പെട്ടവളാണ് സ്ത്രീ. അതുകൊണ്ട് ആ വേർഡിൽ അടങ്ങിയിട്ടുള്ള മാന മനസ്സിലാക്കുക. അങ്ങനെ വാതിലിനടുക്കൽ വെച്ച് വാതിൽ തുറന്നപ്പോൾ പുറത്ത് സയ്യിദുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്. ഖാലത്ത് ഉടനെ തന്നെ ആ സ്ത്രീ, നിങ്ങൾ നോക്കൂ എത്ര പെട്ടെന്നാണ് ആ സ്ത്രീയുടെ മനസ്സിലേക്ക് ആ തന്ത്രം വന്നത്. കാരണം വാതിൽ തുറന്ന് രണ്ടാളും വരുന്ന ആ രീതി കണ്ടാൽ അറിയാം അവിടെ എന്തോ ഒരു തിന്മ നടക്കാൻ വേണ്ടി പോയ ഒരവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്കറിയാം മറ്റ് എക്സ്പ്ലനേഷനിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം സാഹചര്യവും അവരുടെ ഓട്ടവും വാതിൽ തുറക്കലുമെല്ലാം ആ നിലക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനല്ല ഇദ്ദേഹമാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അല്പം പോലും ആലോചിച്ച് നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആ കുതന്ത്രം തലയിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട്, ഇന്ന ഖൈദകുന്ന അദീം, സ്ത്രീകളെ നിങ്ങളുടെ തന്ത്രം വളരെ വലുതാണ്. നിങ്ങളുടെ തന്ത്രം ഇന്ന ഖൈദകുന്ന അദീം, നിങ്ങളുടെ തന്ത്രം വളരെ വലിയ തന്ത്രമാണ്. എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യത്തെ തലതിരിച്ച് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ പറയാണ്, ഖാലത്ത് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ. നേരെ തിരിച്ചിങ്ങോട്ടാണ് പറയുന്നത്. താങ്കളുടെ കുടുംബക്കാരിയെ കൊണ്ട് മോശം ചിന്തിച്ച, യഥാർത്ഥത്തിൽ ആ സ്ത്രീയാണ് അങ്ങനെ ചിന്തിച്ചത്.
ഇല്ല അൻ യുസ്ജന, ഒന്നുകിൽ ജയിലിലടക്കണം, ഔ അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ കൊടുക്കണം. വളരെ പെട്ടെന്നായിരുന്നു അവരുടെ ആ തന്ത്രപരമായിട്ടുള്ള, അല്ലെങ്കിൽ കുതന്ത്രം എന്ന് തന്നെ അതിന് പറയണം. അപ്പോൾ ഉടനെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ഹിയ റാവദത്നി അൻ നഫ്സി, ഞാനല്ല, ഹിയ അവളാണ്, അല്ലെങ്കിൽ ഇവരാണ്, റാവദത്നി അൻ നഫ്സി, റാവദ യുറാവിദു മുറാവദ, റാവദത്നി അൻ നഫ്സി, എന്നെ വശീകരിക്കാൻ ഈ സ്ത്രീയാണ് ശ്രമിച്ചത്. അപ്പോൾ അവിടെ രണ്ട് വർത്തമാനമുണ്ടായി. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, ഷഹിദ യഷ്ഹദു ഷഹാദത്തൻ. അപ്പോൾ ഒരു വ്യക്തി സാക്ഷ്യം പറഞ്ഞു. വശഹിദ ഷാഹിദുൻ, ഒരു ഷാഹിദ്, ഒരു സാക്ഷി സാക്ഷ്യം പറഞ്ഞു. ആരിൽപ്പെട്ട? മിൻ അഹ്ലിഹ, ആ സ്ത്രീയുടെ കുടുംബക്കാരനാണ്, ആ സ്ത്രീയുടെ കുടുംബക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാക്ഷ്യം പറയുമ്പോൾ ആ സ്ത്രീയെ പരമാവധി രക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. നേരെ മറിച്ച് ഈ അഭിപ്രായം പറഞ്ഞത് ആ സയ്യിദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ സംശയിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ആ സ്ത്രീയുടെ കുടുംബത്തിൽ തന്നെ പെട്ട ആളാണ് അവിടെ സാക്ഷ്യം പറയുന്നത്. അത് നീതിയോട് ഇൻഷാ അള്ളാ അടുത്ത് നിൽക്കുന്നതാണ്. അതങ്ങനെ തന്നെ ആവുകയും ചെയ്തു. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സാക്ഷ്യം പറയുകയുണ്ടായി. ആരായിരുന്നു ഈ സാക്ഷി? ആ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇബ്നു അമ്മിഹ, ആ സ്ത്രീയുടെ അമ്മാവൻ്റെ മകനായിരുന്നു, ആ സ്ത്രീയുടെ അമ്മാവൻ്റെ മകനായിരുന്നു. ആ സമയത്ത് അദ്ദേഹവും സയ്യിദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു, വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സ്ത്രീയുടെ അമ്മാവൻ്റെ മകനുമുണ്ടായിരുന്നു. അവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ പേര്, വ്യത്യസ്ത പേരുകളും കാര്യങ്ങളൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തബാറക വ തആല ആലം. ആ പേരറിയുക എന്നതിനേക്കാൾ ഇവിടെ വിഷയം വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, ആ സ്ത്രീയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സാക്ഷി അവിടെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇൻ കാന ഖമീസുഹു, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുപ്പായം ഖുദ്ദ മിൻ ഖുബുലിൻ, കുപ്പായത്തിൻ്റെ മുൻഭാഗത്ത് നിന്നാണ് കീറപ്പെട്ടതെങ്കിൽ, ഫസദഖത്, അവൾ സത്യമാണ് പറഞ്ഞത്. സദഖ യസ്ദുഖു സിദ്ഖൻ, ഫസദഖത്, ആ സ്ത്രീ സത്യം പറഞ്ഞിരിക്കുന്നു. കാരണം പുരുഷൻ അങ്ങോട്ടാണ് പോയതെങ്കിൽ കുപ്പായം കീറാൻ സാധ്യത മുൻഭാഗത്താണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അങ്ങോട്ട് പോയതാണെങ്കിൽ മുൻഭാഗത്താണ് കുപ്പായം കീറേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫസദഖത്, ആ സ്ത്രീ പറഞ്ഞത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് കളവ് പറയുന്നത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് കളവ് പറയുന്നത്. കാദിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്ന ആൾ. കദിബ, കദബ യക്ദിബു കദിബൻ, വഹുവ മിനൽ കാദിബീൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് കളവാണ്, ആ സ്ത്രീ പറഞ്ഞതാണ് ശരി. യൂസുഫ് നബിയാണ് തെറ്റായത് ഉദ്ദേശിച്ചത്. കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ. ഈ ആയത്തിൽ നിന്ന് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അതിലൊന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹനീയമായ സ്വഭാവം മുഫസ്സിരിങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. കാരണം വാതിൽ തുറന്ന് സയ്യിദിനെ മുന്നിൽ കണ്ടപ്പോൾ ഇവരാണ് എൻ്റെ പിറകെ ഓടിയത് എന്ന് ആദ്യം പറയാൻ അർഹനാരാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. കാരണം യൂസുഫ് നബിയാണ് മുന്നിൽ ഓടുന്നത്. വാതിൽ തുറന്നാൽ ആദ്യം പുറത്ത് കിടക്കുന്ന ആരാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ട്, അക്ഷരാർത്ഥത്തിൽ ഈ സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ പിറകെ ഓടിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവിനെ കാണുമ്പോൾ ഇവരെൻ്റെ പിറകെ ഓടിയതാണെന്ന് ആദ്യം പറയേണ്ടത് ആരാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അദ്ദേഹം ആ തിന്മ മറച്ചു വെച്ചു. അദ്ദേഹം അത് പറയാൻ മെനക്കെട്ടില്ല. കാരണം ഭർത്താവാണ്, ആ നിലക്കൊരു പ്രശ്നമുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഭാഗം ആദ്യം പറഞ്ഞിട്ടില്ല. എന്നാൽ ആ സ്ത്രീയാകട്ടെ വേറെ എന്തെങ്കിലും കാര്യമാണോ പറഞ്ഞത്? വേറെ സാഹചര്യങ്ങളല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? നേരെ കുറ്റം
തെറ്റ് ചെയ്യാത്ത നിരപരാധിയായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മേൽ ചാർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ചാർത്തിയപ്പോൾ മാത്രമാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അതിനെന്ത് ചെയ്തത്? കൗണ്ടർ ചെയ്തത്. ആ പറഞ്ഞത് ശരിയല്ല, അതുവരെ മിണ്ടിയില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിന് എതിര് പറഞ്ഞു. അവിടെ നിന്ന് ഉലമാക്കൾ പറയുന്നത്, നിങ്ങൾക്കെതിരിൽ തെറ്റായ ഒരു ആരോപണം പറഞ്ഞാൽ അതല്ല എന്ന് സ്ഥാപിക്കൽ നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. ആളുകൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് മറ്റൊരു വിഷയം. പക്ഷേ ഒരാരോപണം പറഞ്ഞു മിണ്ടാതിരുന്നാൽ അപ്പം എന്താണ് കരുതുക? നിങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ ആളാണ് എന്നല്ലേ വരിക. അതുകൊണ്ട് തന്നെ ആരോപണം പറഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? പ്രതിരോധിക്കണം. ഒരു വ്യക്തി തൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് പുണ്യകർമ്മമാണ്, ജിഹാദാണ്. തൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കണം. കഅബാലയത്തേക്കാൾ പവിത്രതയുണ്ട് എന്തിന്? അഭിമാനത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ദുൽഹജ്ജ് മാസത്തേക്കാളും യൗമു അറഫയേക്കാളും മസ്ജിദുൽ ഹറമിനേക്കാളും ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് പവിത്രതയുണ്ട്. ആ അഭിമാനത്തിനെതിരെ അന്യായമായി ആരെങ്കിലും സംസാരിച്ചാൽ അതിനെ പ്രതിരോധിക്കൽ നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. അത് പുണ്യകർമ്മമാണ്. അതേത് വിഷയമാകട്ടെ. ആദർശപരമായ ഒരു വിഷയത്തിൽ നിങ്ങൾക്കില്ലാത്തൊരു വാദമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തൽ ജിഹാദാണ്, പുണ്യകർമ്മമാണ്, നന്മയാണ്. തത്തുല്യമായി ഏത് ആരോപണങ്ങളുണ്ടായാലും അത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെളിവുകൾ സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കാം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് നമുക്ക് മാതൃകയുള്ളത്, ഒന്ന്, ആദ്യമേ അദ്ദേഹം ആ തിന്മയെ വെളിവാക്കിയിട്ട് ആ സ്ത്രീയെ കുറവാക്കിയില്ല, മറച്ചു വെക്കുക. മൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിൻ്റെ രഹസ്യത്തെ ആരെങ്കിലും മറച്ചു വച്ചാൽ അതിന് ഖൈറുണ്ട്. അതുകൊണ്ട് രഹസ്യങ്ങളെ മറച്ചു വെക്കുക. രണ്ടാമത്തത് തന്നെ പ്രതിരോധിക്കുക. മൂന്നാമത്തത് വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ. ഏത് പ്രശ്നം വരുമ്പോഴും അവിടെ ഒരു മസ്ലഹത്തിന് ശ്രമിക്കൽ വലിയ പുണ്യകർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കണം. വ ഇസ്ലാഹും ബൈനന്നാസ്, മനുഷ്യർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കൽ, രണ്ട് വ്യക്തികൾക്കിടയിൽ തുല്യമായി നീതി പറയൽ, അതൊക്കെ വളരെ വലിയ കാര്യമാണ്. വ ഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ. ഇസ്ലാഹ് വേണം, സുൽഹ് വേണം, സത്യത്തിന് സാക്ഷ്യം വഹിക്കണം, സത്യം പറയണം. അതിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ നന്മയുടെ വക്താക്കൾക്ക് വേണ്ടി സംസാരിച്ച പലരെയും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു യാസീനിൽ നമുക്ക് കാണാൻ സാധിക്കും, 3 പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരെ ആ സമൂഹം നിഷേധിച്ചപ്പോൾ വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ, ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. അപ്പോൾ നിർണായക ഘട്ടങ്ങളിൽ സത്യം തുറന്നു പറയുന്ന ആളുകൾ എന്നും സ്മരിക്കപ്പെടും. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ ആ വ്യക്തിയുടെ പേര് പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഓടി വന്ന് അദ്ദേഹം അവിടെ ഷഹീദാവുകയാണ് ചെയ്തത്. അദ്ദേഹം ഷഹീദായി, കൊല്ലപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വർഗത്തിലാക്കി. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും അടങ്ങി നിന്നാൽ മതി, എന്തിനാണ് ഞാൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്, എനിക്ക് ഇവിടെ എവിടെയെങ്കിലും അടങ്ങി നിന്നാൽ പോരെ എന്ന് ചിന്തിച്ചില്ല. മറിച്ച് അമ്പിയാക്കൾക്ക് വേണ്ടി സംസാരിച്ചു. അതേപോലെ തന്നെ നിർണായകമായ മറ്റൊരു രംഗമായിരുന്നു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊല്ലാൻ വേണ്ടി ഫിർഔൻ തീരുമാനിച്ചപ്പോൾ വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നുകളയുകയോ, അദ്ദേഹമാകട്ടെ വ്യക്തമായ തെളിവുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്. ഫിർഔനിൻ്റെ ഉഗ്രശക്തിയെക്കുറിച്ച് അറിയാവുന്ന ഫിർഔനിൻ്റെ കുടുംബക്കാരിൽപ്പെട്ട ആളാണ്. പക്ഷേ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ, അതുവരെ ഈമാൻ മറച്ചു വെച്ചു, പക്ഷേ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഇടപെട്ട് സംസാരിച്ചു. ആ സംസാരം ഫിർഔനിൽ മാറ്റമുണ്ടാക്കിയെന്ന് പിന്നീടുള്ള വചനങ്ങളിൽ കാണാൻ പറ്റും. ഫിർഔനിൻ്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കി. അപ്പോൾ ചില നിർണായക ഘട്ടത്തിൽ അത്തരം സംസാരങ്ങൾ ഉപകാരപ്പെടും. അതിൽപ്പെട്ട മറ്റൊരു സംഭവമാണിത്. ഇവിടെ സത്യത്തിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രതിക്കൂട്ടിൽ കയറ്റപ്പെടാം. കാരണം ആ സ്ത്രീ ആദ്യം തന്നെ, മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ള തിയറി എന്താണ്, സ്ത്രീ എന്താണോ പറയുന്നത് അതാണ് നിയമം. പുരുഷൻ എത്ര നിരപരാധിയാണെങ്കിലും ശരി, സ്ത്രീ പറഞ്ഞാൽ അതിനനുസരിച്ചാണ് കേസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ആ സ്ത്രീ സംസാരിച്ചു.
സ്ത്രീയാണ് പറയുന്നത് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. സ്വാഭാവികമായും അങ്ങനെ ചിന്തിച്ചേക്കാം ആ ഭർത്താവ്. പക്ഷേ അവിടെ ആ സ്ത്രീയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആ വ്യക്തി ഇടപെടുകയാണ്. ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ നിർണായകമായി വരുമ്പോൾ വിശ്വാസികൾ ഇടപെടണമെന്ന സൂചന അതിലുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബിൻ. നോക്കൂ, എത്ര ബുദ്ധിപരമായ, വളരെ യുക്തിപരമായ. കാരണം അത്തരമൊരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇതിനെ തെളിയിക്കുക എന്നുള്ളതൊരു വിഷയമാണല്ലോ. പക്ഷേ നന്മയുള്ള ആളുകളുടെ മനസ്സിൽ അത് തെളിയിക്കാനുള്ള ഫഹ്മ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്നതാണ്. എന്തെങ്കിലും പോയിന്റുകൾ അള്ളാഹു ഇട്ടുകൊടുക്കും. അത് റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖാണ്. ശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു, വ ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ. എന്നാൽ കുപ്പായം പിറകിൽ നിന്നാണ് കീറിയതെങ്കിൽ ഫകദബത് വഹുവ മിനസ് സാദിഖീൻ. അപ്പോൾ അവൾ പറയുന്നത് കളവും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ശരിയുമാണ്. കാരണം അതാണ് സാധ്യത. സാഹചര്യ തെളിവുകൾ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫലമ്മ റആ ഖമീസഹു, അങ്ങനെ കുപ്പായം പരിശോധിച്ചു. ഫലമ്മ റആ ഖമീസഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുപ്പായം സയ്യിദ് കണ്ടപ്പോൾ, റആ എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ഫാഇല് ഈ സ്ത്രീയുടെ ഭർത്താവാണ്. ഫലമ്മ റആ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ, പിറകിൽ നിന്ന് കീറിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ സംഭവിക്കാനേ സാധ്യതയുള്ളൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ഈ ഷാഹിദ് പറഞ്ഞു അല്ലെങ്കിൽ ഈ സയ്യിദ് പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന, സ്ത്രീകളെ ഇത് നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. അവിടെ കാര്യം തിരിച്ചുവിട്ടത് നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന അദീം, നിങ്ങളുടെ തന്ത്രം വളരെ വലിയ തന്ത്രമാണ്. കൈദ് എന്ന് പറഞ്ഞാൽ തന്ത്രം. കാദ യകീദു കൈദ, തന്ത്രം പ്രയോഗിക്കുക. ഇന്ന കൈദകുന്ന അദീം, നിങ്ങളുടെ തന്ത്രം വളരെ വലുതാകുന്നു. അപ്പോൾ അവിടെ കാര്യം വ്യക്തമാക്കപ്പെട്ടു. കുപ്പായം കീറിയത് പിറകിൽ നിന്നാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ തൻ്റെ ചാരിത്രത്തെ സ്ഥാപിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീ അങ്ങനെ ഒരു കളവും അങ്ങനെ ഒരു തന്ത്രവും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ സയ്യിദ്, ആ നല്ല മനുഷ്യൻ, അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, യൂസുഫു, ഓ യൂസുഫ്, അഅരിദ് അൻ ഹാദാ, ഇത് അവഗണിച്ച് കളയൂ. അഅറദ യുഅരിദു ഇഅറാദൻ, ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചേക്കൂ, ഇതിനെ അവഗണിക്കൂ. അഅരിദ് അൻ ഹാദാ, ഇതിനെ അവഗണിക്കുക. യൂസുഫു അഅരിദ് അൻ ഹാദാ. എന്നിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, വസ്തഗ്ഫിരി ലിദംബികി. ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു ഇസ്തിഗ്ഫാറൻ. വസ്തഗ്ഫിരി ലിദംബികി, നിൻ്റെ പാപത്തിന് നീ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കോ. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈ കുടുംബം മുസ്ലിം കുടുംബമായിരുന്നു എന്നാണ്. ഈ അസീസ് ഒരു മുസ്ലിമായിരുന്നു, അതേപോലെ തന്നെ ഈ കുടുംബം മുസ്ലിം കുടുംബമായിരുന്നു എന്ന് ചില തഫ്സീറുകളിൽ കാണാം. അല്ലാഹു ആലം. എന്തായിരുന്നാലും ശരി, വസ്തഗ്ഫിരി ലിദംബികി എന്ന് പറഞ്ഞതിൽ നിന്ന് അവർ മുസ്ലിം കുടുംബമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അല്ലാഹു ആലം. ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു ഇസ്തിഗ്ഫാറൻ വസ്തഗ്ഫിരി ലിദംബികി, നിൻ്റെ പാപത്തിൻ്റെ പേരിൽ നീ അള്ളാഹുവിനോട് തൗബ ചെയ്തു. ആ ഭർത്താവ് ആ സ്ത്രീയോട് നല്ല നിലക്കാണ് നിന്നത്. ഇത് അവഗണിച്ച് കളയൂ, ഇത് വേറെ ആരും അറിയേണ്ടതില്ല. വസ്തഗ്ഫിരി ലിദംബികി, നിനക്ക് പറ്റിയ ഈ അബദ്ധത്തിന് നീ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ. ഇന്നക്കി കുന്തി മിനൽ ഖാതിഈൻ, ഇന്നക്കി തീർച്ചയായും നീ, കുന്തി ആയി തീർന്നിട്ടുണ്ട്, മിനൽ ഖാതിഈൻ അബദ്ധം പറ്റിയവരിൽ പെട്ടിട്ടുണ്ട്. ഖതഅ എന്ന വേർഡാണ് ഉപയോഗിച്ചത്. ഖതഅ എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കുക. ഖതിഅ ഖതിഅ യഖ്തഉ ഖതഅൻ വ ഖിത്അ, ഖതിഅ യഖ്തഉ ഖതഅൻ വ ഖിത്അ, തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അബദ്ധം സംഭവിച്ചിരിക്കുന്നു. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ. ഇവിടെ യൂസുഫു അഅരിദ് അൻ ഹാദാ, ഇതിനെ അവഗണിച്ചു കളയൂ എന്ന് പറഞ്ഞത് ഐ ലാ തദ്കുറുഹു. ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ലാ തദ്കുറുഹു, ഈ സംഭവം വേറെ ആരോടും പറയണ്ട, ഈ സംഭവം വേറെ ആരും അറിയേണ്ടതില്ല. വസ്തഗ്ഫിരി അൻതി സൗജകി,
യഖൂലു സലീഹി അല്ലാ യുആഖിബകി അലാ ദൻബികി അല്ലദീ അദ്നബ്തി. നീ ചെയ്ത തെറ്റിന് പടച്ച റബ്ബ് നിന്നെ ശിക്ഷിക്കരുത് എന്ന നിലക്ക് നീ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചോ എന്ന് ആ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്. ഇവിടെ ചില ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം, ഇൻ കേസ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിൽ ഇതുപോലെയുള്ള വല്ല അബദ്ധവും കാണുകയാണെങ്കിൽ പാപമോചനത്തിനുള്ള അവസരം അവൾക്ക് കൊടുത്ത് കൂടെ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ഇതേ വാക്ക് സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സത്യം മനസ്സിലാവുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ആരോപണം നടന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കെതിരെ ഒരാരോപണം മുനാഫിക്കുകൾ വെറുതെ പറഞ്ഞു പരത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ, പറയപ്പെട്ടതുപോലെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഗ്ഫിരി ലിദംബികി, റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കോ. അപ്പോൾ അത് മാന്യതയുള്ള ഒരു ഭർത്താവിൻ്റെ സമീപനത്തിൽപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, അരിദ് അൻ ഹാദ, വേറെ ആരും അറിയണ്ട. അത് പിന്നെ കൊട്ടിപ്പാടി ആ സ്ത്രീയെ അപമാനിച്ച്, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നാണ് സംഭവിച്ചതെങ്കിൽ ഭർത്താവിനെ അപമാനിച്ച്, അങ്ങനെയല്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ രഹസ്യമാക്കി വെക്കൂ. എന്നാൽ അതേ സന്ദർഭത്തിൽ ബോധ്യപ്പെടുത്തി എന്താണ്, ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഇൻ, നിനക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇത് അബദ്ധമാണ്, അത് തെറ്റാണ്, അത് തിരിച്ചറിയണം, തൗബ ചെയ്യണം എന്നുള്ള നിലക്ക് വളരെ കൃത്യമായി അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും മറ്റും അതിലെ ഇഅ്റാബുകളും മറ്റു കാര്യങ്ങളും കൃത്യമായി ഓതിയിട്ടില്ലെങ്കിൽ വലിയ അർത്ഥവ്യത്യാസമുണ്ടാകും. അറബി ഭാഷയുടെ ഒരു വലിയ മഹത്വവും ഇതിൽ കാണാം. വേറെ ഏതൊരു ഭാഷയിലാണിത് പറയുന്നതെങ്കിലും നീ നിൻ്റെ പാപത്തിന് റബ്ബിനോട് പാപമോചനം തേടുക, നിനക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നേ ഇപ്പോൾ മലയാളത്തിൽ പറയാൻ പറ്റൂ, ഇംഗ്ലീഷിലും പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഖുർആൻ ഉപയോഗിച്ച ഈ പദത്തിൽ നിന്ന് ഇത് ആരോടാണ് പറയുന്നത് എന്ന് വ്യക്തമാണ്. ഇത് സ്ത്രീയോട് പറയുന്നതാണ്. വസ്തഗ്ഫിരി ലിദംബികി, അവിടെ ലിദംബിക എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിയോടാണ് പറയുന്നത്. ഇന്നക്കി കുൻതി മിനൽ ഖാത്തിഈൻ, ഇന്നക കുൻത മിനൽ ഖാത്തിഈൻ, താങ്കൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ തെറ്റുകാരൻ ആരാവും? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാകും. അപ്പോൾ ഓരോ ഹറഫും അത് ഫതഹ്, കസ്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇറാബുകൾക്കൊക്കെ വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഖുർആൻ ഓതുമ്പോൾ തെറ്റ് സംഭവിക്കാതെ ഓതിയിട്ടില്ലെങ്കിൽ അബദ്ധം സംഭവിക്കും എന്നതിലേക്കും ഇത് സൂചന നൽകുന്നുണ്ട്. യൂസുഫു അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുൻതി മിനൽ ഖാത്തിഈൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് മുതൽ അതിൻ്റെ തഫ്സീറും അടുത്ത ദർസിൽ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്താൽ വിശദീകരിക്കാം. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല ഏതൊരു ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോഴും അതിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഇബറത്തുൻ ലി ഉലി അൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് ധാരാളം ഗുണപാഠങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളിലുമുണ്ട്, ഓരോ വാക്കുകളിലുമുണ്ട്. ഓരോ വിഷയങ്ങൾ പറയുന്നിടത്തും വളരെ കൃത്യമാണ് കാര്യങ്ങളൊക്കെ. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിലൊക്കെ അത് നമ്മൾ പ്രയോഗവൽക്കരിക്കുകയാണെങ്കിൽ അതുല്യമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നു. ഏറ്റവും നേരായ വഴി, ഏറ്റവും അഹ്സനായ ത്വരീഖ്, ഏറ്റവും നല്ല പെരുമാറ്റം, ഏറ്റവും നല്ല രീതിശാസ്ത്രം, അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ പഠിതാക്കളൊക്കെ ഈ മഹത്വം അവരുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.